നമസ്കാരം, ഞാൻ MS വിനീത്. നവരാത്രി വ്രതം അതിശ്രേഷ്ഠമായ വ്രതമാണ്. ഒരു വർഷത്തെ ദേവി ഉപാസന നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ഫലമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. 9 ദിവസത്തെ വ്രതം. അപ്പം ഈ വ്രതം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കന്നിമാസത്തിലെ അമാവാസി ദിനം മുതലാണ് ഈ വ്രതം ആരംഭിക്കുന്നത്. അമാവാസി ദിനം മുതൽ പിന്നീടുള്ള ദശമി വരെയുള്ള അത്രയും ദിവസം ഉള്ള വ്രതമാണ് നവരാത്രി വ്രതം. ദേവിയുടെ നവഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു വേളയാണ് നവരാത്രി വ്രതം. ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കി അരിയാഹാരം ഒരിക്കൽ എന്നുള്ള കണക്കിൽ വേണം നവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. വ്രതം 9 ദിവസം പൂർണ്ണമായിട്ട് വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സപ്തമി, അഷ്ടമി, നവമി, ദശമി ഈ ദിവസങ്ങളിൽ ഈ പക്കത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാന വേളയിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും, അതുപോലെ ലളിത സഹസ്രനാമം, ഭാഗവത പാരായണം, അതുപോലെ ദേവി മാഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. പൂർണ്ണമായിട്ടും ദൈവികപരമായിട്ടുള്ള കടാക്ഷം ആർജിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് നവരാത്രി വ്രതം അനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടുള്ള ശുദ്ധിയോടുകൂടി വേണം വ്രതാനുഷ്ഠാനം നടത്താൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോങ് വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പൂജാ പ്രാർത്ഥനയിൽ നവരാത്രിയുമായി ബന്ധപ്പെട്ട പൂജാ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.